ഓക്കെ, ദ നെക്സ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെ ടൈപ്സ് ഓഫ് അഡ്രസ്സിംഗ് ആണ് ഉള്ളത് എന്നുള്ളത് പറഞ്ഞു. അതിൽ ഫസ്റ്റ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ്. അപ്പോൾ ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറാൻഡ് എന്ന് പറയുന്നത് പാർട്ട് ഓഫ് ഇൻസ്ട്രക്ഷനകത്ത് തന്നെ നമ്മളിപ്പോൾ എ എന്നോ ബി എന്നോ പറഞ്ഞ രജിസ്റ്ററോ മെമ്മറി ലൊക്കേഷനോ ഒന്നും കൊടുക്കാതെ ഡയറക്റ്റായിട്ട് ഇപ്പോൾ എനിക്ക് 3ഉം 2ഉം കൂടി ആഡ് ചെയ്യണമെങ്കിൽ ഞാൻ 3 എന്ന് പറയുന്ന വാല്യൂ ഡയറക്റ്റായിട്ട് കൊടുക്കുക, 2 എന്ന് പറയുന്ന വാല്യൂ ഡയറക്റ്റായിട്ട് കൊടുക്കുക. അതാണ് നമ്മൾ ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ, എഫക്റ്റീവ് അഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റ ഇരിക്കുന്ന ലൊക്കേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ മൂവ് R1#5 ഹാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് ആണ് എന്ന് കാണിക്കുന്നതാണ് ഹാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊരു കോൺസ്റ്റൻറ്റ് 5 എന്ന് പറയുന്ന ഇൻറ്റിജർ വാല്യൂ ആണ്. അതിനെ രജിസ്റ്റർ R1ലേക്ക് മൂവ് ചെയ്യിക്കുക. അതാണ് ഈ ഇൻസ്ട്രക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 5 എന്ന് പറയുന്ന ഡേറ്റയെ നേരിട്ട് എന്ത് ചെയ്യുക, R1 രജിസ്റ്റർ എന്ന് പറയുന്നതിനകത്ത് കൊണ്ട് പ്ലേസ് ചെയ്യുക. 5 ഈസ് ദ ഓപ്പറാൻഡ്. ഓക്കെ, നോ മെമ്മറി റെഫറൻസ് ടു ഫെച്ച് ഡേറ്റ, ഫാസ്റ്റ്, ലിമിറ്റഡ് റേഞ്ച്. എക്സാമ്പിൾ ദിസ് വൺ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ മെമ്മറി റെഫറൻസ് വേണ്ട. കാരണം എന്താ, നമ്മൾ രജിസ്റ്റേഴ്സോ മെമ്മറീസോ ഒന്നും യൂസ് ചെയ്യുന്നില്ല, ഡയറക്റ്റായിട്ട് ഡേറ്റ പാസ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾ സാധാരണഗതിയിൽ സി പ്രോഗ്രാം എഴുതുമ്പോൾ C = A+B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും നമ്മൾ കീബോർഡിന് മേടിച്ച് C കൊടുക്കും. അപ്പോൾ അതേപോലെ നമ്മൾ എക്ക് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, 3+2 എന്ന് പറയുന്നത് ഇതിനകത്ത് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്തായിരിക്കും കിട്ടുക, 5. ഡയറക്റ്റ് വാല്യൂ എൻട്രി അല്ലേ, ആ ഡയറക്റ്റ് വാല്യൂ എൻട്രിയാണ് നമ്മൾ ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസ്ട്രക്ഷനകത്ത് എന്തുണ്ടാവും, വാല്യൂസ്. ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നതിൻ്റെ ഫോർമാറ്റ് ഈ രീതിയിലായിരിക്കും. ഇത് നമ്മൾ പറഞ്ഞു, ഒന്ന് മോഡിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ, ഇത് ഓപ്പറാൻഡ്. ദെൻ പിന്നെ ഉള്ളത് എഫക്റ്റീവ് അഡ്രസ്സ് അല്ലേ, നമ്മുടെ ഇൻസ്ട്രക്ഷൻസിൻ്റെ ബാക്കി പോർഷൻ എന്ന് പറയുന്നത് എഫക്റ്റീവ് അഡ്രസ്സ് അല്ലെങ്കിൽ ഓപ്പറാൻഡ് ആണ്. ഇവിടെ ഓപ്പറാൻഡ് സ്പെസിഫിക് ആയിട്ട് നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് ഇവിടെ എന്ത് മതി, നമ്മുടെ ഇൻസ്ട്രക്ഷൻസിനകത്ത് ഓപ്പറേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഓപ്കോഡ് എന്ന് പറയുന്ന സംഭവം മാത്രം മതി. ഡേറ്റ ഓൾറെഡി നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഓപ്കോഡ് ഏതാ, മൂവ്. നമ്മുടെ ഡേറ്റ ഏതാ, 5. ഏതിലേക്ക് വെക്കുന്നു, R1 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് വെക്കും. അപ്പോൾ ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ ആ ഇൻസ്ട്രക്ഷനകത്ത് ഡിഫോൾട്ട് വാല്യൂ തന്നെ കൊടുത്തിട്ടുണ്ട്. വേറെ നമ്മൾ മെമ്മറിയിൽ നിന്ന് പോയി ഡേറ്റ എടുത്തുകൊണ്ട് വരേണ്ടെന്ന കാര്യമില്ല. വാല്യൂ ഇൻസ്ട്രക്ഷനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നതിനെയാണ് നമ്മൾ ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് 5 R1 രജിസ്റ്റർ എടുത്ത് നോക്കിയാൽ അതിനകത്ത് 5 വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് രജിസ്റ്റർ അഡ്രസ്സിങ്. രണ്ടാമത്തെ അഡ്രസ്സിങ് ആണ് രജിസ്റ്റർ അഡ്രസ്സിങ്. ഓപ്പറാൻഡ് ഈസ് ഹെൽഡ് ഇൻ രജിസ്റ്റർ ഹൂസ് നെയിംസ് ഓർ അഡ്രസ് ഗിവൺ ഇൻ ഇൻസ്ട്രക്ഷൻസ് ഇൻ അഡ്രസ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ മൂവ് R1, R2 അല്ലെങ്കിൽ ആഡ് R1, R2. ഈ R1ഉം R2 എന്ന് പറയുന്നത് പ്രോസസ്സറിനകത്തിരിക്കുന്ന രജിസ്റ്റേഴ്സാണ്. അപ്പോൾ അവിടെയും എന്ത് വേണ്ട, മെമ്മറി വേണ്ട. നമുക്ക് ഡയറക്റ്റായിട്ട് രജിസ്റ്റേഴ്സിനകത്ത് നേരത്തെ എന്തെങ്കിലും വാല്യൂസൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വാല്യൂസ് വെച്ച് ചെയ്യുവാണ്. ഓക്കെ, ഡേറ്റ ഓൾറെഡി നമ്മൾ രജിസ്റ്റേഴ്സിനകത്താണ് പ്ലേസ് ചെയ്യുന്നത്. മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്ത് കൊണ്ടുവരികയോ അതിനെ ഡീകോഡ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇൻസ്ട്രക്ഷൻസിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ മൂവ് R1, R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R1ലേക്ക് എന്തെടുത്ത് പ്ലേസ് ചെയ്യുക, R2ൻ്റെ കണ്ടൻറ്റ് പ്ലേസ് ചെയ്യുക. കണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ കൊടുക്കുന്ന നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ്. അപ്പോൾ R1 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് R2 എന്ന് പറയുന്ന സംഭവം എടുത്ത് വെക്കുക. അതാണ് മൂവ്. ദെൻ ആഡ് R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 2 അഡ്രസ് ഫോർമാറ്റ് ആണ്. അതിനകത്ത് R1 ടെൻസ് ടു R1 + R2 ആണ്. കണ്ടൻറ്റ് ഓഫ് R1 + R2 ആണ്. ഓക്കെ, ഇതാണ് ആഡ് R1, R2. ഇത് മൂവ് R1, R2. ഓക്കെ, അപ്പോൾ ഇതാണ് രജിസ്റ്റർ അഡ്രസ്സിങ്. ഡേറ്റ രണ്ടും രജിസ്റ്റേഴ്സിനകത്താണ് ഇരിക്കുന്നത്. ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷനകത്ത് തന്നെ ഡേറ്റ തന്നേക്കും. രജിസ്റ്റർ അഡ്രസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സറിനകത്തുള്ള രജിസ്റ്റേഴ്സിനകത്താണ് ഡേറ്റ ഇരിക്കുന്നത്. സോ അവിടെയും നമുക്ക് മെമ്മറി ആക്സസിങ് ഇല്ല. ഓക്കെ, ദെൻ രജിസ്റ്റർ അഡ്രസ്സിങ് ഇതാണ്. നമ്മൾ ആറ് കൊടുത്തു കഴിഞ്ഞാൽ രജിസ്റ്റർ അഡ്രസ്സിങ് ആണ്. സോ അവിടെ ഓപ്പറാൻഡ് എന്ന് പറയുന്നത് രജിസ്റ്റേഴ്സിനകത്ത് തന്നെ ഇരിപ്പുണ്ട്. സോ മൂവ് R1, R2. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ ഇപ്പോൾ R1, R2, R2വിനകത്ത് 3 ആണ് ഇരിക്കുന്നതെങ്കിൽ
R1ലേക്ക് ആ 3 കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, R3 മൂവ് R1, R3 എന്നാണെങ്കിൽ R3യിൽ കണ്ടൻ്റായ 5 ആയിരിക്കും കൊണ്ടുവന്ന് R1ലേക്ക് വയ്ക്കുക. ഇതിപ്പോൾ നമ്മൾ R2 കണ്ടൻ്റാണ് എടുത്ത് R1ലേക്ക് പ്ലേസ് ചെയ്യും. ഓക്കെ, രജിസ്റ്റർ മാത്രം ആ ഇൻസ്ട്രക്ഷനകത്ത് ഓപ്പ് കോഡ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷനും കറസ്പോണ്ടിങ് രജിസ്റ്റേഴ്സും മാത്രം വരികയാണെങ്കിൽ അത് രജിസ്റ്റർ അഡ്രസ്സിങ്. ഒരു രജിസ്റ്ററും അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ ഡയറക്റ്റായിട്ട് ഹാഷ് വാല്യൂ വെച്ച് സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ അത് ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ്. 2 രജിസ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് രജിസ്റ്റർ അഡ്രസ്സിങ്. ഓക്കെ, നെക്സ്റ്റ് ഡയറക്റ്റ് ഓർ അബ്സല്യൂട്ട് അഡ്രസ്സിങ്. ഡയറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും ഇൻസ്ട്രക്ഷനിനകത്ത് തന്നിരിക്കുന്നത്. ആ മെമ്മറി ലൊക്കേഷനിലിരിക്കുന്ന ഡേറ്റ പോയി എടുത്തുകൊണ്ട് വന്ന് രജിസ്റ്ററിലേക്ക് പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ എഫക്റ്റീവ് അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EA എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, EA എന്ന് പറഞ്ഞാൽ ഓപ്പറൻഡ് ഇരിക്കുന്ന കറക്റ്റ് ലൊക്കേഷൻ, അതിൻ്റെ പ്രോപ്പർ ലൊക്കേഷനെയാണ് നമ്മൾ എഫക്റ്റീവ് അഡ്രസ്സ് EA എന്ന് പറയുന്നത്. അപ്പോൾ ഇഫക്റ്റീവ് അഡ്രസ്സ് ഇൻസ്ട്രക്ഷനകത്ത് തന്നിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് ഡയറക്റ്റ് അഡ്രസ്സ് അല്ലെങ്കിൽ അബ്സല്യൂട്ട് അഡ്രസ്സ്. അപ്പോൾ നമ്മുടെ മെമ്മറി എന്ന് പറയുന്നതിനകത്ത് കുറേ സെല്ലുകളുണ്ട്. അവിടെ നമ്മൾ എന്ന് പറയുന്നത് 1010 ഫോമിൽ 1010 എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഒരു അഡ്രസ്സായിട്ട് ഇരിക്കുകയാണെങ്കിൽ 1010 എന്ന് പറയുന്ന അഡ്രസ്സ് ഉണ്ടെങ്കിൽ ആ അഡ്രസ്സിൽ ഇരിക്കുന്നത് 5 എന്ന് പറയുന്ന ഡേറ്റ ആണെങ്കിൽ മൂവ് R1, A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5-ലിരിക്കുന്ന ഡേറ്റ കൊണ്ടുവന്ന് R1ലേക്ക് പ്ലേസ് ചെയ്യും. ചിലപ്പോൾ A എന്ന് പറയുന്ന ലൊക്കേഷൻ നമുക്ക് വേറെ ഒരു അഡ്രസ്സാണ് തരുന്നതെങ്കിൽ അതനുസരിച്ച് നമ്മൾ മാറ്റേണ്ടി വരും. ഇവിടെ നമുക്ക് ആ മെമ്മറി ലൊക്കേഷൻസ് തന്നെ കറസ്പോണ്ടിങ് ആ ഡേറ്റ ഇരിക്കുന്ന ലൊക്കേഷൻ തന്നെ പറയുന്നതാണ് ഡയറക്റ്റ് ഓർ അബ്സല്യൂട്ട് അഡ്രസ്സിങ്. സിംഗിൾ മെമ്മറി റെഫറൻസ്, അതായത് ഈ അഡ്രസ്സിൽ പോയി ഡേറ്റ എടുത്തുകൊണ്ട് വരുന്ന ഒരു സിംഗിൾ മെമ്മറി റെഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. നോ അഡീഷണൽ കാൽക്കുലേഷൻസ്. എഫക്റ്റീവ് അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള അഡീഷണൽ കാൽക്കുലേഷൻസ് ഇല്ല. കാരണം A എന്ന് പറയുന്നത് തന്നെയാണ് ഓപ്പറാൻഡിൻ്റെ എഫക്റ്റീവ് അഡ്രസ്സ്. എഫക്റ്റീവ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ അഡ്രസ്സ് അല്ലെങ്കിൽ ആക്ച്വൽ മെമ്മറി ലൊക്കേഷനാണ്. അപ്പോൾ അവിടെ കാൽക്കുലേഷൻസ് ഒന്നും വരുന്നില്ല. നമ്മുടെ ഇൻസ്ട്രക്ഷനകത്ത് തന്നെ അഡ്രസ്സ് പറയുന്നുണ്ടാവും. ചിലപ്പോൾ മൂവ് R1, സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് 1000 എന്ന് പറഞ്ഞാൽ 1000-ലിരിക്കുന്ന സംഭവം എടുത്ത് R1-ൽ കൊണ്ടുവെക്കുക. അപ്പോൾ ഇൻസ്ട്രക്ഷനകത്ത് തന്നെ നമുക്ക് സ്പെസിഫിക്കേഷൻസ് അല്ലെങ്കിൽ മെമ്മറി അഡ്രസ്സ് തരുന്നുണ്ടെങ്കിൽ അതിനെ ഡയറക്റ്റ് ഓർ അബ്സല്യൂട്ട് അഡ്രസ്സിംഗ് എന്ന് പറയും. ഓക്കെ, ഇതാണ് അബ്സല്യൂട്ട് അഡ്രസ്സിംഗ്. മൂവ് R1, A എന്ന് പറയുന്നത് ഒരു മെമ്മറി ലൊക്കേഷനാണ്. അവിടെ ഇരിക്കുന്ന ഓപ്പറാൻഡ്, ആ മെമ്മറി ലൊക്കേഷനിലിരിക്കുന്ന ഓപ്പറാൻഡ് എന്തായാലും അതിനെ എന്ത് ചെയ്യും, R1 എന്ന് പറയുന്ന രജിസ്റ്ററിൽ കൊണ്ട് പ്ലേസ് ചെയ്യും. അപ്പോൾ ഇൻസ്ട്രക്ഷനകത്ത് A എന്ന് പറയുന്ന ഒരു അഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ മെമ്മറിയിൽ പോയി A ഇരിക്കുന്ന ലൊക്കേഷനിലുള്ള ഓപ്പറാൻഡ് എടുക്കുക, R1 രജിസ്റ്ററിലേക്ക് കൊണ്ട് മൂവ് ചെയ്യുക. അപ്പോൾ ഓപ്പറാൻഡിൻ്റെ ആക്ച്വൽ അഡ്രസ്സ് തന്നെയാണ് Aയിൽ സ്പെസിഫൈ ചെയ്യുന്നത്. അതാണ് ഡയറക്റ്റ് അഡ്രസ്സ് അല്ലെങ്കിൽ അബ്സല്യൂട്ട് അഡ്രസ്സ്. ഡേറ്റ എവിടെ കിടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ അഡ്രസ്സിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് മെമ്മറിയിൽ A എന്ന് പറയുന്നത് 100 ആവാം, അല്ലെങ്കിൽ നമ്മൾ 101 ആണെങ്കിൽ 101-ൽ കിടക്കുന്ന ഡേറ്റ എന്താണോ അതിനെ ആയിരിക്കും നമ്മൾ എടുക്കുക. നമ്മൾ ഏത് അഡ്രസ്സാണോ പറയുന്നത് ആ അഡ്രസ്സിൽ കിടക്കുന്ന ഡേറ്റ ആയിരിക്കും എടുത്തുകൊണ്ടുവന്ന് നമുക്ക് ആക്സസ് ചെയ്യും. ഓക്കെ, ദെൻ ഇൻഡയറക്റ്റ് അഡ്രസ്സിങ്. ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഫക്റ്റീവ് അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ഓപ്പറാൻഡ് ഇരിക്കുന്നത് എവിടെയാണെന്നുള്ള ഒരു ഹിൻറ്റ് അല്ലെങ്കിൽ ക്ലൂ ആയിരിക്കും തരുന്നത്. ആ ക്ലൂ വെച്ചിട്ട് നമ്മൾ ഓപ്പറാൻഡ് ഇരിക്കുന്ന എഫക്റ്റീവ് അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ആ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവിടെ ഇരിക്കുന്ന ഓപ്പറാൻഡ് വേണം എടുത്തുകൊണ്ട് വരാൻ. ഓക്കെ, മെമ്മറി സെൽ പോയിൻറ്റഡ് ബൈ ആൻ അഡ്രസ് ഫീൽഡ് കണ്ടെയ്ൻസ് ദ അഡ്രസ് ഓഫ് ദ ഓപ്പറാൻഡ്. ഓപ്പറാൻഡിൻ്റെ അഡ്രസ്സ് കണ്ടെയ്ൻ ചെയ്യുന്ന വേറൊരു അഡ്രസ്സ് ആയിരിക്കും നമ്മുടെ ഇൻസ്ട്രക്ഷനകത്ത് തന്നിരിക്കുന്നത്. മൂവ് R1, D ദെൻ മൂവ് E, R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിയിൽ ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ട്. അത് രജിസ്റ്റർ R1-ലേക്ക് കോപ്പി ചെയ്തു. അത് തിരിച്ചെന്ത് ചെയ്യുക, E എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യുക. അപ്പോൾ യൂസിങ് ഇൻഡയറക്റ്റ് അഡ്രസ്സിങ്, ഇതാണ് നമ്മുടെ കമാൻഡ്സ്. ഈ കമാൻഡ്സിനെ ഒരുമിച്ച് നമുക്ക് മൂവ് E, D എന്ന് പറയുമ്പോൾ ഒരു കണ്ടൻ്റാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആ കണ്ടൻ്റ് ഓഫ് ആണ് കറസ്പോണ്ടിങ് എഫക്റ്റീവ് അഡ്രസ്സ് എന്ന് പറയുന്നത്. D എന്ന് പറയുന്നത് ഒരു അഡ്രസ്സാണ്. ആ ഡിയിലിരിക്കുന്നത് എന്താണ്,
നമുക്ക് വേണ്ടുന്ന ഓപ്പറാൻഡിൻ്റെ അഡ്രസ്സാണ്. ഇപ്പോൾ എക്സാമ്പിൾ ഞാനിപ്പോൾ മെമ്മറി ലൊക്കേഷൻസ് ഇങ്ങനെ വരച്ചു. എന്നിട്ട് ഞാൻ പറയുന്നു ഇതിപ്പോൾ ഡി ആണ്, ഇത് ഇ ആണ്. ഓക്കെ, ഇതിൻ്റെ ഈ ഡിയുടെ അഡ്രസ്സ് ഞാൻ പറയുന്നു 1000. ഓക്കെ, ഡിക്കകത്തിരിക്കുന്നത് 1020 ആണെന്ന് വിചാരിക്കുക. ഡിക്കകത്ത് ഇയുടെ അഡ്രസ്സ് 1020. ഈ 1020ക്കകത്താണ് നമ്മുടെ വാല്യൂ ആയ 5 ഇരിക്കുന്നത്, ഇക്കകത്ത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് ആദ്യം എന്താ പറഞ്ഞത്? 1000 പറഞ്ഞേക്കുന്നത്. 1000-ലിരിക്കുന്ന സാധനമാണോ നമുക്ക് എടുത്തുകൊണ്ട് വെക്കേണ്ടുന്നത്? അല്ല, 1000-നകത്തിരിക്കുന്നത് ഒരു അഡ്രസ്സാണ് 1020. ആ അഡ്രസ്സിലിരിക്കുന്ന ഡേറ്റയാണ് നമുക്ക് എടുക്കേണ്ടത്. സോ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഒരു ബ്രാക്കറ്റിനകത്ത്. അതായത് ഡി എന്ന് പറയുന്നതിന് ഒരു മെമ്മറി ലൊക്കേഷൻ, അതിൻ്റെ കണ്ടൻറ്റ്, അതാണ് എഫക്റ്റീവ് അഡ്രസ്സ്. ഇതുപോലെ കണ്ടൻറ്റ്, ദെൻ അതൊരു മെമ്മറി ലൊക്കേഷനാണ്. ആ മെമ്മറി ലൊക്കേഷനകത്തിരിക്കുന്ന വാല്യൂ ആയിരിക്കും നമ്മുടെ എഫക്റ്റീവ് അഡ്രസ്. ഓക്കെ, ഇപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് അഡ്രസ്സ് പറയില്ല, നമുക്ക് അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അവിടെ ഒരു പോയിൻ്റർ അല്ലെങ്കിൽ ഒരു കറസ്പോണ്ടിങ് ലൊക്കേഷൻ മാത്രം പറയും. അതിനകത്തുനിന്ന് ആ ഓപ്പറാൻഡ് ഇരിക്കുന്ന ലൊക്കേഷൻ്റെ അഡ്രസ്സ് കിട്ടും. അവിടെ നിന്ന് തിരിച്ച് നിങ്ങൾ ട്രഷർ ഹണ്ട് ചെയ്യുന്നത് മാതിരി ഒരു ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ അതിൻ്റെ ഹിൻറ്റ് കിട്ടും. അവിടെ നിന്ന് അടുത്ത ലൊക്കേഷൻ, അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച് ഓപ്പറാൻഡിൻ്റെ അഡ്രസ്സ് കണ്ടുപിടിക്കുന്നതാണ് ഇൻഡയറക്റ്റ് അഡ്രസ്സിങ്. ഇതാണ്. ഇപ്പോൾ എ എന്ന് പറയുന്നത് ഒരു വാല്യൂ കിട്ടും, പക്ഷേ എ എന്ന് പറയുന്നത് ഒരു അഡ്രസ്സായിരിക്കും. 1020 എന്ന് പറയുന്ന അഡ്രസ്സായിരിക്കും. എ എന്ന് പറയുന്നത് 1000 ആയിരുന്നു. അപ്പോൾ 1000-ൽ നേരെ 1000 കാണുമ്പോൾ നേരെ ഇവിടെ വന്നു. അവിടെ ഇരിക്കുന്ന കണ്ടൻറ്റ് 1020 ആണ്, അത് ഡേറ്റയല്ല. 1020-ലേക്ക് പോകുമ്പോൾ 1020-ൽ നമ്മുടെ 5 എന്ന് പറയുന്ന ഡേറ്റ ഉണ്ടാവും. ആ ഡേറ്റ ആയിരിക്കും നമ്മൾ R1-ലേക്ക് മൂവ് ചെയ്യും. കണ്ടൻറ്റ് ഓഫ് എ എന്ന് പറയുന്നത് തന്നെ എന്താണ്? അഡ്രസ്സാണ്. അതിൻ്റെ കണ്ടൻറ്റ്, ആക്ച്വൽ കണ്ടൻറ്റ് ഓഫ് കണ്ടൻറ്റ് എന്ന് പറയുന്നതാണ് അവിടെ നടക്കുന്ന ഇൻഡയറക്റ്റ് അഡ്രസ്സ്. ഓക്കെ, എ 101 ആണെങ്കിൽ 101-ൽ ചെല്ലുമ്പോൾ 0104 എന്ന് പറയുന്നത് കിട്ടും. സോ 104-ൽ ചെല്ലുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് 110 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. ആ 110 ആയിരിക്കും നമ്മൾ അതിൽ കിട്ടുന്ന വാല്യൂ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡേറ്റയ്ക്ക് പാസ് ചെയ്യും. നെക്സ്റ്റ് രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിങ്. രജിസ്റ്റർ അഡ്രസ്സിങ് എന്താണ്, ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് എന്താണെന്നുള്ളത് നമ്മൾ പ്രത്യേകം പഠിച്ചു. ഇനി അത് കമ്പൈൻ ചെയ്തിട്ട് രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിങ്. ഓപ്പറാൻഡ് ഈസ് ഇൻ രജിസ്റ്റർ ഓർ മെമ്മറി സെൽ പോയിൻറ്റഡ് ടു ബൈ ദ കണ്ടൻറ്റ്സ് ഓഫ് രജിസ്റ്റർ RI. RI എന്ന് പറയുന്ന രജിസ്റ്ററിൽ ഒരു കണ്ടൻറ് ഉണ്ട്. ആ കണ്ടൻറ് എന്ന് പറയുന്നത് ഒരു മെമ്മറി ലൊക്കേഷനാണ്. ആ മെമ്മറി ലൊക്കേഷനിലിരിക്കുന്ന ഡേറ്റയാണ് നമുക്ക് എവിടേക്ക് വേണ്ടുന്നത്? ഇൻസ്ട്രക്ഷനകത്ത് വേണ്ടുന്നത്. ഓക്കെ, അപ്പോൾ ഒരു മെമ്മറി ആക്സസ് ആയിരിക്കില്ല നടക്കുന്നത്. എന്താണ്? ആദ്യം RIയിൽ കൊണ്ടുവെക്കുന്ന രജിസ്റ്റർ കണ്ടൻറ്റ് എവിടെയാണെന്ന് നോക്കണം. അവിടെ ഒരു മെമ്മറി അഡ്രസ്സാണ്. അവിടെ പോയി എന്ത് ചെയ്യണം? ഇൻഡയറക്റ്റ് എന്ന് പറയുമ്പോൾ ഒന്നിലധികം മെമ്മറി ആക്സസ് നമുക്ക് വേണ്ടി വരും. ഓക്കെ, അപ്പോൾ അഡ്രസ്സിൻ്റെ സ്ഥാനത്ത് താഴെ എഴുതിയിരിക്കുന്ന ലൂപ്പ് മൂവ് n, R1-ൽ എന്തെങ്കിലും കണ്ടൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും ചെയ്യുക? n എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യുക. ദെൻ മൂവ് R2 എന്ന് പറയുന്നത് നം എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുക. ഹാഷ് ആയതുകൊണ്ട് വേരിയബിൾ. ക്ലിയർ R0 എന്ന് പറഞ്ഞാൽ R0-ൽ ഓൾറെഡി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് 0 ആക്കുക. ദെൻ ആഡ് R2, R0-ൽ ഇപ്പോൾ ഒന്നുമില്ല, ക്ലിയർ ചെയ്തു നമ്മൾ. R2-ഉം R0-യും തമ്മിലാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടുന്നത്. ആ R2-വിലുള്ളത് നം1 എന്ന് പറയുന്ന ലൊക്കേഷൻ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് വാല്യൂസ് ആയിട്ട് വരുന്നുണ്ട്. സോ അത് രണ്ടും കൂടി ആഡ് ചെയ്ത് R2-വിലേക്ക് പ്ലേസ് ചെയ്യുന്നുണ്ട്. ദെൻ ആഡ് 4, R2 എന്ന് പറഞ്ഞാൽ R2-ൽ ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത വാല്യൂ ഉണ്ട്, അതിൻ്റെ കൂടെ എന്തും കൂടി ആഡ് ചെയ്യുക? 4 എന്ന് പറയുന്ന വാല്യൂ കൂടി ആഡ് ചെയ്യുക. ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്യുക. എന്നിട്ട് ബ്രാഞ്ച് >0 ഡിക്രിമെൻറ്റ് ചെയ്യുന്ന R1-ൻ്റെ കണ്ടൻറ്റ്. ഇപ്പോൾ R1 5 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്യുമ്പോൾ 4 >0 ആണെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഈ അഡീഷൻ നടത്തുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഒരു ഫൈനലൈസ്ഡ് ഒരു ലൂപ്പിംഗ് ആയിട്ട് വർക്ക് ചെയ്യുക. ഫോർ ലൂപ്പ് നിങ്ങൾ ചെയ്യുന്നില്ല. ആ ഫോർ ലൂപ്പിന് പകരം നമ്മുടെ മൈക്രോ പ്രോസസ്സറിൽ എഴുതുന്ന പ്രോഗ്രാംസാണ് ഇതുപോലെ വരിക. ഓക്കെ, ഇതാണ് രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് 6. ദെൻ നമ്മുടെ രജിസ്റ്റേഴ്സാണ്
ഇവിടെ ഉണ്ടാവുന്നത് രജിസ്റ്ററാണ്. അപ്പോൾ R1 അല്ലെങ്കിൽ R2 എന്ന് പറയുന്നു. ആ R2 രജിസ്റ്ററിൽ വരുമ്പോൾ ഒരു ലൊക്കേഷൻ്റെ അഡ്രസ്സായിരിക്കും 1020 എന്ന് പറയുന്ന ഒരു ലൊക്കേഷൻ അഡ്രസ്സായിരിക്കും. നേരെ അത് മെമ്മറിയിൽ ചെന്ന് ആ 1000 ലൊക്കേഷനിലിരിക്കുന്ന ഓപ്പറാൻഡ് ഇപ്പോൾ 5 ആണെങ്കിൽ ആ 5നെ എന്ത് ചെയ്യും, എടുത്ത് R1 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇത് R2 നമ്മുടെ രജിസ്റ്റേഴ്സ് മൈക്രോ പ്രോസസ്സറിനകത്തുള്ള R2 രജിസ്റ്ററിൽ വരും. R2വിലൊരു ലൊക്കേഷനായിരിക്കും, അത് മെമ്മറിയെ ആക്സസ് ചെയ്യും. മെമ്മറി ആ ലൊക്കേഷനിൽ 1020ഇരിക്കുന്ന ഡേറ്റയായ 5നെ എടുത്ത് R1 എന്ന് പറയുന്ന രജിസ്റ്ററിൽ കൊണ്ട് പ്ലേസ് ചെയ്യും. അപ്പോൾ അവിടെ രജിസ്റ്ററും യൂസ് ചെയ്തു. ഇതെന്താണ് ആക്ച്വലി ഒരു ഇൻഡയറക്റ്റ് മെമ്മറി ആക്സസിങ് ആണ്. ആ ലൊക്കേഷൻ എന്ന് പറയുന്നത് രജിസ്റ്ററിനകത്താണ് ഇരിക്കുന്നത്. ഇപ്പോൾ 2 രജിസ്റ്റേഴ്സാണ് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഒന്നിന് നമ്മൾ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്, ദാറ്റ് മീനിങ് എ മെമ്മറി ലൊക്കേഷൻ ഓർ മെമ്മറി ആക്സസ് ഉണ്ട്. ആ മെമ്മറി ആക്സസ് എന്താണെന്നുള്ളത് ഡയറക്റ്റായിട്ട് 1000 എന്നോ അല്ലെങ്കിൽ A എന്നോ B എന്നോ ഒന്നും പറയുന്നില്ല. അപ്പോൾ അവിടെ എന്തെന്ന് മനസ്സിലാക്കണം, ഡയറക്റ്റായിട്ട് പറയാത്തത് കൊണ്ട് അത് ഇൻഡയറക്റ്റ് അഡ്രസ്സിങ്. രജിസ്റ്റർ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇൻഡയറക്റ്റ് ആണ്. അപ്പോൾ അത് രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിങ്. ഓക്കെ, R2വിലുള്ളത് R3യിലേക്ക്, നമ്മൾ R3 കറസ്പോണ്ടിങ് R1ലേക്ക് മൂവ് ചെയ്യുന്നതായിട്ടാണ്. ഒരു എക്സാമ്പിളാണ് പറഞ്ഞത്. ദെൻ ഇൻഡെക്സ്ഡ് ഓർ ഡിസ്പ്ലേസ്മെൻറ്റ് അഡ്രസ്സിങ്. ഇൻഡെക്സിങ് അറേസ് ഒക്കെ, ഇൻഡെക്സ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. സാധാരണ നമ്മൾ പറയുന്നത് നമ്മുടെ ലാബിലെ റെക്കോർഡ്സ് അല്ലെങ്കിൽ നോട്ട്ബുക്സ് നിങ്ങൾ അങ്ങനെയല്ല കീപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് റെക്കോർഡ്സ് എപ്പോഴും പറയുന്നത്. ഇൻഡെക്സ് കീപ്പ് ചെയ്യുന്നുണ്ട് റെക്കോർഡിന്. ഇൻഡെക്സ് കീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെർച്ചിങ് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഡെക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് എവിടെ നിന്നാണെന്നറിയാം, നമുക്കിരിക്കുന്ന ഷീറ്റ് ഏത് പൊസിഷനിലാണെന്നറിയാമെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ തുടങ്ങാൻ പോകുന്ന പ്രോഗ്രാം ഏത് പേപ്പറിലാണ് എഴുതിയിരിക്കുന്നത്, ഏത് പേജ് നമ്പറിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള ഈസിയാണ് നമ്മുടെ ഇൻഡെക്സ് എന്ന് പറയുന്നത്. സെയിം നമ്മളിവിടെയും ഒരു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ആ അഡ്രസ്സിൻ്റെ കൂടെ ആ ഒരു ഇൻഡെക്സിങ്, ഇപ്പോൾ നിങ്ങൾ 1ാമത്തെ പേജ് മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്, നിങ്ങൾക്ക് 10ാമത്തെ എക്സ്പെരിമെൻ്റ് ആണ് സെർച്ച് ചെയ്യേണ്ടുന്നത്. അതായത് നമ്മൾ 1 നിന്ന് 10 നമ്മൾ ആഡ് ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പേജ് നമ്പറാണ് നമ്മൾ കൊടുക്കുക, അല്ലേ. അപ്പോൾ ബേസിൽ നിന്ന് നമ്മൾ ഏതാണോ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വാല്യൂ കൂടി ആഡ് ചെയ്തിട്ടുള്ളതാണ് എഫക്റ്റീവ് അഡ്രസ്സായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ഇൻഡെക്സ് മോഡ് എന്ന് പറയുമ്പോൾ ദ എഫക്റ്റീവ് അഡ്രസ് ഓഫ് ദ ഓപ്പറാൻഡ് ഇസ് ജനറേറ്റഡ് ബൈ ആഡിങ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ ടു ദ കണ്ടൻസ് ഓഫ് ദ രജിസ്റ്റർ. കോൺസ്റ്റൻറ്റ് വാല്യൂ എന്ന് പറയുന്നതാണ് ആ ഇൻഡെക്സിങ്ങിനകത്ത് വരുന്നത് 10ാമത്തെ പ്രോഗ്രാമിൻ്റെത്. ഓക്കെ, അപ്പോൾ ആ ഇൻഡെക്സിങ് കോൺസ്റ്റൻറ്റ് വാല്യൂ നമുക്ക് ഓരോ പ്രോഗ്രാമിനനുസരിച്ചാണ് ചേഞ്ച് ചെയ്യുന്നത്. അതുവരെ അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ആ കണ്ടൻസുമായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇതേപോലെയാണ്. എക്സ് ബ്രാക്കറ്റിനകത്ത് R(i) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്റ്റർ കണ്ടൻറ്റ് ഒരു മെമ്മറി ലൊക്കേഷനാണ്. അതിൻ്റെ കൂടെ ഒരു ഓഫ്സെറ്റ് വാല്യൂ അല്ലെങ്കിൽ ഒരു ഇൻഡെക്സ് വാല്യൂ കൂടി ആഡ് ചെയ്യുമ്പോഴാണ് എഫക്റ്റീവ് അഡ്രസ്സ് കിട്ടുന്നത്. സോ EA is equal to content of RI plus X. ഇപ്പോൾ കണ്ടൻറ്റ് ഓഫ് RI എന്ന് പറയുന്നത് ഒരു മെമ്മറി ലൊക്കേഷൻ ആയിരുന്നു, 1000 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ. X എന്ന് പറയുന്നത് 10 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന എഫക്റ്റീവ് അഡ്രസ്സ് 1010 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലായിരിക്കും നമ്മുടെ വാല്യൂ ഇരിക്കുന്നത്. ഓക്കെ, RI എന്ന് പറയുന്നത് ഇൻഡെക്സ് രജിസ്റ്റർ, X എന്ന് പറഞ്ഞ കോൺസ്റ്റൻറ്റ് given either as an explicit number or as a symbolic name representing the numerical value. ഒന്നുകിൽ അത് ABCD എന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്ക് 1 ബിക്ക് 2 അങ്ങനെ വാല്യൂ കൊടുത്ത് സിംബോളിക് നെയിമിന് വാല്യൂ കൊടുത്ത് ചെയ്യാം. അല്ല എങ്കിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഇതേപോലെ 10 എന്ന് പറയുന്നൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആ വാല്യൂ വെച്ച് ആഡ് ചെയ്തിട്ട് ചെയ്യാം. അത് നമ്മൾ കൊടുക്കുന്ന ഓഫ്സെറ്റ് പോലെ ഇരിക്കും അല്ലെങ്കിൽ ഇൻഡെക്സ് പോലെ ഇരിക്കും. അപ്പോൾ എഫക്റ്റീവ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് അഡ്രസ്സ് പ്ലസ് ഡിസ്പ്ലേസ്മെൻറ്റ്. ആ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മുടെ ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത്. ഇൻഡെക്സ് രജിസ്റ്റർ ഹോൾഡ്സ് the address of a new location and the value of X defines an offset or displacement. Good for accessing arrays. Array ആക്സസ് ചെയ്യാനാണ് എപ്പോഴും നമുക്ക് എന്ത് യൂസ് ചെയ്യുന്നത്, ഇൻഡെക്സിങ് യൂസ് ചെയ്യുന്നത്. അറേ പോലെ തന്നെയാണ് നമ്മുടെ എന്തും ഇരിക്കുന്നത്, നമ്മുടെ ലാബിൻ്റെ റെക്കോർഡ്സും ഇരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഈസി ആയിട്ട്
അറേക്കകത്ത് വാല്യൂസ് സെർച്ച് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മുടെ റെക്കോർഡ്സിനകത്ത് നമ്മൾ ഓരോ പേജും സെർച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അവിടെ സ്റ്റാർട്ടിങ് അഡ്രസ്സിൻ്റെ കൂടെ ഒരു എഫക്റ്റീവ് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ആ ഒരു സ്പേസിംഗ് കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എഫക്റ്റീവ് അഡ്രസ്സ് കിട്ടും. ആ എഫക്റ്റീവ് അഡ്രസ്സിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എൻ്റെ ലാബ് റെക്കോർഡ് നോക്കുമ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിങ് അഡ്രസ്സ് 1, ഡിസ്പ്ലേസ്മെൻറ്റ് 10 എന്ന് പറയുമ്പോൾ 11. അത് നമ്മൾ എന്താ ചെയ്യുന്നത്, എല്ലാത്തിനും ഒരേ നമ്പർ ഓഫ് പേജാണ്. ആദ്യത്തെ പ്രോഗ്രാമിന് 2 ആണെങ്കിൽ അടുത്തതിന് 2, അടുത്തതിന് 2, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കറസ്പോണ്ടിങ് ആ ഒരു കോൺസെപ്റ്റ് കറക്റ്റ് ആവും. ഓക്കെ. അപ്പോൾ എപ്പോഴും നമ്മൾ ലാബ് റെക്കോർഡ് ഇൻഡെക്സിങ്ങിൻ്റെ കേസിൽ പറയുമ്പോൾ നിങ്ങൾ അതെങ്ങനെ ശരിയാവും, 1 10നോട് ആഡ് ചെയ്യുമ്പോൾ ആ ഒരു ചേഞ്ച് വരുന്നതെന്ന് വെച്ചാൽ നമ്മളെല്ലാം കറക്റ്റ് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ കീപ്പ് ചെയ്താണ് എല്ലാ പ്രോഗ്രാമിനും പോകുന്നതെങ്കിൽ അത് കറക്റ്റായി. നെക്സ്റ്റ് ഇൻഡെക്സ് ഓർ ഡിസ്പ്ലേസ്മെൻറ്റ് അഡ്രസ്സിങ് രജിസ്റ്റർ ഉണ്ട്, പിന്നെ അതുപോലെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂ ഉണ്ട്. നമുക്ക് രജിസ്റ്ററിൽ വന്നിട്ട് രജിസ്റ്ററിൽ 1000 ആണെങ്കിൽ ആ 1000 വാല്യൂ അതിവിടെ ഈ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷനാണ്, അപ്പോൾ അവിടെ കൊടുത്തു. ദെൻ എക്സ് എന്ന് പറയുന്നത് 10 ആണെങ്കിൽ അഡീഷൻ കൊടുത്തു. അപ്പോൾ 1000 + 10 1010 ഇതായിരിക്കും ആ ലൊക്കേഷൻ 1010. അപ്പോൾ ആ ലൊക്കേഷനിലിരിക്കുന്ന ഡേറ്റ ആയിരിക്കും R2ലേക്ക് മൂവ് ചെയ്യും. R3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് നമ്മളവിടെ 3 ആണ് ഓഫ്സെറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ അത് പറഞ്ഞത് XRI ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇൻഡെക്സിങ് വാല്യൂ അല്ലെങ്കിൽ ഓഫ്സെറ്റ് വാല്യൂ, RI നമ്മുടെ കണ്ടൻറ്റ്. അപ്പോൾ ആഡ് ചെയ്യേണ്ടുന്നത് എത്ര വെച്ചാണ്, 3 വെച്ചാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ 100 ഉണ്ട്, 100ഉം 3ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 103, 103ലിരിക്കുന്ന വാല്യൂ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഇൻഡെക്സിങ് ആൻഡ് അറേസ്. ഇൻഡെക്സ് മോഡ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരെണ്ണത്തിനെ കുറച്ചുകൂടെ ബേസാക്കി പറയുന്നതാണ്. XRI ആണെങ്കിൽ ആ ഒരു ഇൻഡെക്സിങ്ങിൻ്റെ വേരിയേഷൻസ് ആണ്. XRI ആണെങ്കിൽ RIയുടെ കണ്ടൻറ്റ് പ്ലസ് X ആയ ഇൻഡെക്സ് വാല്യൂ കൂടി ആഡ് ചെയ്യും. ഈസ് ദ സം ഓഫ് 2 വാല്യൂസ്. ഇനി കണ്ടൻറ്റ് ഓഫ് RI, RJ ആണെങ്കിൽ എഫക്റ്റീവ് അഡ്രസ് എന്ന് പറയുന്നത് RI പ്ലസ് കണ്ടൻറ്റ് ഓഫ് RI പ്ലസ് കണ്ടൻറ്റ് ഓഫ് RJ base with the index. A second register, base register, may be used to contain the offset X. EA is the sum of contents of register RI and RJ. RJയ്ക്ക് അകത്തായിരിക്കും എന്തിരിക്കുന്നത്, ഓഫ്സെറ്റ് വാല്യൂ ആയ 10 ഇരിക്കുന്നത്. RIക്ക് അകത്തായിരിക്കും 1000 ഇരിക്കുന്നത്. അപ്പോൾ രണ്ടും കൂടി കൂട്ടി 1010 എന്ന് പറയുന്നത് അങ്ങനെയായിരിക്കും കിട്ടുക. ഇത് ഓഫ്സെറ്റിന് സ്റ്റോർ ചെയ്യാം. ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് ഓഫ്സെറ്റ് വാല്യൂ നമ്മൾ കൊടുക്കുന്ന ഒരു ഓപ്ഷൻ. ദെൻ XRI RJ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ X പ്ലസ് RI പ്ലസ് RJ ബേസ് വിത്ത് ഇൻഡെക്സ് ആൻഡ് ഓഫ്സെറ്റ്. എന്ന് പറയുന്നത് സം ഓഫ് കോൺസ്റ്റൻറ്റ് എക്സും കണ്ടൻറ്റ് ഓഫ് രജിസ്റ്റേഴ്സ് RI ആൻഡ് RJ 2 രജിസ്റ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, പ്ലസ് ഒരു ഓഫ്സെറ്റ് വാല്യൂ കൂടെ വരുന്ന ഒരു വേരിയേഷനാണ് എക്സ് ഓഫ് RI, RJ. അത് ഇൻഡെക്സിങ്ങിനകത്ത് വരുന്ന വേരിയസ് കോമ്പിനേഷൻസ് ആണ്, അല്ലെങ്കിൽ വേരിയസ് ഓപ്ഷൻസ് ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ദ നെക്സ്റ്റ് റിലേറ്റീവ് അഡ്രസ്സിങ്. റിലേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്തിനെങ്കിലും റിലേറ്റ് ചെയ്തിട്ട് അഡ്രസ്സ് പറയുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ തന്നെ വീട് ചോദിക്കുമ്പോൾ നിങ്ങൾ നിയർ ലൊക്കേഷൻസ് പറയും അല്ലേ, അതിനെ റിലേറ്റ് ചെയ്തിട്ട് എത്രാമത്തെ വീട് അല്ലെങ്കിൽ എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ള രീതിക്ക് പറയുന്നതാണ് റിലേറ്റീവ് എന്ന് പറയുന്നത്. ഇവിടെ അതുപോലെ ഓപ്പറാണ്ട് ഇരിക്കുന്ന ലൊക്കേഷൻ എന്തിനെങ്കിലും ബേസ് ചെയ്തിട്ട് എന്തിൻ്റെയെങ്കിലും കണ്ടൻറ്റിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ റിലേറ്റ് ചെയ്ത് പറയുന്നതാണ് റിലേറ്റീവ് അഡ്രസ്സിങ് എന്ന് പറയുന്നത്. നമ്മളിവിടെ എടുക്കുന്നത് PC റിലേറ്റീവ്. PC ഈസ് പ്രോഗ്രാം കൗണ്ടർ റിലേറ്റീവ്. Effective address is determined by the index mode using the program counter in the place of general purpose registers. General purpose registers എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്ത R1, R2, R3 എന്ന് പറയുന്ന രജിസ്റ്റേഴ്സിന് പകരം ഇവിടെ നമ്മൾ പ്രോഗ്രാം കൗണ്ടർ PCയുടെ വാല്യൂ അതിനോടൊപ്പമാണ് ഇൻഡെക്സ് ആഡ് ചെയ്യുന്നത്. Can be used to access data operands but mostly used to specify the target address in branch instructions. ബ്രാഞ്ചിങ് അല്ലെങ്കിൽ ലൂപ്പിംഗ് ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ കൂടുതലും ഈ റിലേറ്റീവ് അഡ്രസ്സിങ് യൂസ് ചെയ്യുന്നത്. കാരണം പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത് എപ്പോഴും സ്റ്റോർ ചെയ്യുന്നത് അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് എക്സിക്യൂട്ടിംഗ് ഇൻസ്ട്രക്ഷൻ, അടുത്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ടുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ്.
ഓക്കെ. അപ്പോൾ എക്സ് ഓഫ് പി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ എ കണ്ടുപിടിക്കുന്നത് പ്രോഗ്രാം കൗണ്ടർ വാല്യൂ കണ്ടൻറ്റ് പ്ലസ് എക്സ് എന്ന് പറയുന്ന ഓഫ്സെറ്റ് അല്ലെങ്കിൽ എക്സ് വാല്യൂ. ഇഫ് ബ്രാഞ്ച് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ലൂപ്പിലേക്ക് പോകാൻ പറഞ്ഞാൽ ബ്രാഞ്ച് ടാർഗറ്റ് ലൊക്കേഷൻ ലൂപ്പ് ഈസ് കമ്പ്യൂട്ടഡ് ബൈ സ്പെസിഫൈങ് ഇറ്റ് ആൻ ഓഫ്സെറ്റ് ഫ്രം ദി കറണ്ട് വാല്യൂ ഓഫ് പി സി. ഇത് ആക്ച്വലി നമ്മൾ നമ്മുടെ സി പ്രോഗ്രാം ആണെങ്കിലും നമ്മുടെ ഏത് പ്രോഗ്രാം ആണെങ്കിലും മൈക്രോ പ്രോസസ്സർ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഇതിപ്പോൾ വോയിഡ് മെയിൻ ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ മെയിൻ സി പഠിച്ചത് കൊണ്ടാണ് പറയുന്നത്. വോയിഡ് മെയിൻ പ്രോഗ്രാമിനകത്ത് നമ്മളിവിടെ സം ഓഫ് എ കോമ ബി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. ദെൻ വീണ്ടും കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതുന്നു. ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തു. ദെൻ വേറൊരു ലൊക്കേഷനിൽ നമ്മൾ ആ സമ്മിൻ്റെ ഫംഗ്ഷൻ എഴുതി ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി. ഇതതിൻ്റെ ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഓക്കെ. ഇതിനകത്ത് കുറേ സ്റ്റേറ്റ്മെൻറ്റ്സുകളുണ്ട്. ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് റിട്ടേൺ. ഓക്കെ. നമ്മൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഓരോ ലൈനും എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇതിപ്പം 1000 ആണെങ്കിൽ പ്രോഗ്രാം കൗണ്ടറിനകത്ത് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 1000 അത് എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങുന്ന സമയം തന്നെ ഇതിൻ്റെത് 1001. അത് നമ്മുടെ 2 അഡ്രസ്സ് ഇൻസ്ട്രക്ഷൻ ആണോ 0 അഡ്രസ്സ് ആണോ 3 അഡ്രസ്സ് ആണോ അനുസരിച്ചാണ് ഇവിടെ 1001 വരണമോ 1002 വരണമോ എന്നുള്ളത് ആലോചിക്കുന്നത്. ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ 3 അഡ്രസ് ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ 1000 കഴിഞ്ഞ് 1000, 1001, 1002. അടുത്ത ഇൻസ്ട്രക്ഷൻ 1003 3 അഡ്രസ്സ് ആണെങ്കിൽ. ഓക്കെ. അപ്പോൾ ഓരോന്നും കഴിയുമ്പോൾ പ്രോഗ്രാം കൗണ്ടർ വാല്യൂ അതനുസരിച്ച് മാറുന്നുണ്ട്. ഇനി ഇവിടെ എത്തിയപ്പോൾ സം എന്ന് പറയുന്നത് എക്സിക്യൂട്ട് ചെയ്ത സമയത്ത് എൻ്റെ പ്രോഗ്രാം കൗണ്ടർ വാല്യൂ 1010 ആണെന്ന് വിചാരിക്കുക. 1010. ഓക്കെ. ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ പ്രോഗ്രാം കൗണ്ടർ വാല്യൂ ഈ സമ്മിന് തൊട്ട് താഴെയായ 1013 ആണ് ഇനി അടുത്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ പ്രോഗ്രാം കൗണ്ടർ വാല്യൂ 1013 ആയി ഈ സം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത്. ഓക്കെ. അപ്പോൾ 1013 ആണ് ഇരിക്കുന്നത്. പക്ഷേ എനിക്ക് ഈ ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് മൂവ് ചെയ്ത് ഇവിടേക്ക് വരണം അല്ലേ. എന്നിട്ട് ഇതെല്ലാം എക്സിക്യൂട്ട് ചെയ്യണം. തിരിച്ച് റിട്ടേൺ കാണുമ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ആ 1013 അടുത്ത ലൊക്കേഷനിലേക്ക് പോകണം. അപ്പോൾ ഈ ഒരു പോക്ക് വരവിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രോഗ്രാം കൗണ്ടർ വാല്യൂ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണം. ഓക്കെ. അപ്പോൾ 1013 ആണ്. ഞാനത് ആദ്യം 13 പ്ലേസ് ചെയ്തു, ദെൻ 10 പ്ലേസ് ചെയ്തു. അപ്പോൾ ഈ സം ഇരിക്കുന്നത് ഇതിൻ്റെ ഡെഫിനിഷൻ ഇരിക്കുന്നത് 2000-ലാണെന്ന് വിചാരിക്കുക. എന്നിട്ട് ഞാൻ എൻ്റെ പ്രോഗ്രാം കൗണ്ടർ വാല്യൂ എന്ന് പറയുന്നത് 2000 ആക്കി മാറ്റി. എന്നിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ. ഇത് എക്സിക്യൂട്ട് ചെയ്ത് റിട്ടേൺ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഏത് ലൊക്കേഷനിലേക്ക് പോകണം? പഴയ എൻ്റെ 1013 എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് പോകണം. അത് ഞാൻ എവിടെ സേവ് ചെയ്തിട്ടുണ്ട്? ഒരു സ്റ്റാക്കിനകത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യണം? ആദ്യം ഞാൻ റിട്ടേൺ ചെയ്തെടുക്കണം. അപ്പോൾ പ്രോഗ്രാം കൗണ്ടർ വാല്യൂ ഈ റിട്ടേൺ കണ്ടു കഴിയുമ്പോൾ പ്രോഗ്രാം കൗണ്ടർ വാല്യൂ ചേഞ്ച് ചെയ്ത് എന്താവും? 1013 ആയി മാറും. എന്നിട്ട് ബാക്കി എക്സിക്യൂഷൻസ് ഇങ്ങനെയാണ് അവിടെ ആക്ച്വലി നടക്കുന്നത്. അപ്പോൾ ആ ഒരു കറസ്പോണ്ടിങ് സമയത്താണ് നമുക്ക് പ്രോഗ്രാം കൗണ്ടർ റിലേറ്റീവ് അഡ്രസ്സിങ് ആവശ്യമായിട്ട് വരുന്നത്. മാറ്റി വെക്കുക. ഈ എക്സ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് നമുക്ക് വേണമെങ്കിൽ 3 അഡ്രസ്സിങ് ഫോർമാറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനായിട്ട് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ 2 അഡ്രസ് ഫോർമാറ്റിംഗ്, അല്ലെങ്കിൽ 0 അഡ്രസ് ഫോർമാറ്റിംഗ്, അല്ലെങ്കിൽ 1 അഡ്രസ് ഫോർമാറ്റിംഗ്. അതനുസരിച്ച് നമ്മുടെ അടുത്ത ലൊക്കേഷൻ ഇതിപ്പോൾ 1000 തുടങ്ങിയാൽ അടുത്തത് 1002-ലായിരിക്കണം, അല്ലെങ്കിൽ 1003-ലായിരിക്കണം, അല്ലെങ്കിൽ 1001-ലായിരിക്കണം എന്നുള്ളത് ഈ ഇൻഡെക്സിങ് വാല്യൂ അനുസരിച്ചായിരിക്കും മാറിക്കൊണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമുക്ക് റിലേറ്റീവ് അഡ്രസ്സിങ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മൂവ് R1, 100 ഓഫ് പി സി റിലേറ്റീവ് അഡ്രസ്സിങ് ആണ്. പി സി വാല്യൂവിൻ്റെ കൂടെ റിലേറ്റീവ് അഡ്രസ്സിങ് വാല്യൂവും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. പി സി 2 ആണെങ്കിൽ 100ഉം പി സിയും കൂടെ ആഡ് ചെയ്യുന്നു. 100ഉം 2 കൂടെ ആഡ് ചെയ്തു. 102, 102-ലിരിക്കുന്ന ഡേറ്റ ആയിരിക്കും നമ്മൾ എടുക്കുക. ഓക്കെ. ദെൻ ഓട്ടോ ഇൻക്രിമെൻ്റ് മോഡ്. ഓട്ടോ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഓട്ടോ ഇൻക്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓട്ടോമാറ്റിക് ഇൻക്രിമെൻ്റ് ആവുക. ഇപ്പോൾ പിയുടെ വാല്യൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് 5 ആണെങ്കിൽ ഓട്ടോ ഇൻക്രിമെൻ്റ് ചെയ്യുമ്പോൾ അത് എന്താവണം? 6 ആയിരിക്കണം. അത് അഡ്രസ്സ് ആയാലും ഡേറ്റ ആയാലും അതുപോലെ മാറണം. ദ എഫക്റ്റീവ് അഡ്രസ് ഓഫ് ദ ഓപ്പറാൻഡ് ഈസ് ദ കണ്ടൻസ് ഓഫ് രജിസ്റ്റർ സ്പെസിഫൈഡ് ഇൻ ദ ഇൻസ്ട്രക്ഷൻ. നമ്മൾ പറഞ്ഞിരിക്കുന്ന രജിസ്റ്ററിലെ എന്താണോ കണ്ടൻസ് ആ ഒരു
കണ്ടന്റ് ആയിരിക്കണം നമ്മുടെ എഫക്റ്റീവ് അഡ്രസ്. ആഫ്റ്റർ ആക്സസിങ് ദ ഓപ്പറൻഡ് ദ കണ്ടൻസ് ഓഫ് ദി രജിസ്റ്റേഴ്സ് ആർ ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെൻറ്റഡ് ടു പോയിന്റ് ടു ദ നെക്സ്റ്റ് ഐറ്റം ഇൻ ദ ലിസ്റ്റ്. അപ്പോൾ ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഉണ്ട്, അതിനകത്തിരിക്കുന്ന ആദ്യത്തെ ഡേറ്റ എടുത്തു, അപ്പോൾ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, ഇൻക്രിമെൻ്റ് ചെയ്ത് തൊട്ട് അടുത്ത ലൊക്കേഷനിലേക്ക് പോയിരിക്കും. ഇപ്പോൾ RI+ എന്നാണ് നമ്മൾ ഓട്ടോ ഇൻക്രിമെൻറ്റിന് യൂസ് ചെയ്യുന്നത്. RI എന്ന് പറയുന്ന ഒരു രജിസ്റ്ററാണ്. RI+. എഫക്റ്റീവ് അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആദ്യം RIയിലിരിക്കുന്ന സംഭവമാണ് നമ്മുടെ എഫക്റ്റീവ് അഡ്രസ്സ്. അത് കാൽക്കുലേറ്റ് ചെയ്ത് ഓപ്പറാൻഡ് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, RIയുടെ വാല്യൂ ചേഞ്ച് ചെയ്യും. എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ 1000 ആണ് RIക്ക് കൊടുക്കുന്നതെങ്കിൽ എൻ്റെ ഓപ്പറാൻഡ് ഇരിക്കുന്ന ലൊക്കേഷൻ 1000 ആണ്. 1000-ൽ ഒരു 5 ഇരിക്കുന്നു, 1001-ൽ 6 ഇരിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ 1000-ലിരിക്കുന്ന 5 ആയിരിക്കും ഞാൻ ആദ്യം എൻ്റെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷന് വേണ്ടിയിട്ട് എടുക്കുന്നത്. തൊട്ടടുത്ത സമയം RIയുടെ വാല്യൂ എന്താവും, 1001 ആവും. എന്തുകൊണ്ട്, ഞാൻ ഇൻക്രിമെൻ്റ് RI കൊടുത്തു. RIയുടെ കണ്ടൻറ്റ് 1000 ആയിരുന്നു, ഇൻക്രിമെൻ്റ് കൊടുക്കാൻ പറഞ്ഞാൽ 1 ആഡ് ചെയ്യാന്നാണ്. അപ്പോൾ 1001, പിന്നെ കിട്ടുന്ന എനിക്ക് വാല്യൂ എന്തായിരിക്കും, 6 ആയിരിക്കും. ഓക്കെ, ഓട്ടോമാറ്റിക് നമ്മുടെ അഡ്രസ്സ് ചേഞ്ച് ചെയ്ത് 1 ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകുന്നതാണ് ഓട്ടോ ഇൻക്രിമെൻറ്റിംഗ് മോഡ്. ഒരു ലിസ്റ്റ് ഓഫ് ഓപ്പറാൻഡ്സ് പെർഫോം ചെയ്യുമ്പോഴായിരിക്കും നമ്മളത് എടുക്കുക. ദ ഇൻക്രിമെൻറ്റ് ഈസ് 1 for bite-sized operands and 2 for 16 bits operands and 4 for 30 bits. അത് നമ്മൾ നേരത്തെ പഠിച്ചത്. ബൈറ്റ് ആണെങ്കിൽ എന്താണ്, ഒരു ബൈറ്റാണ് നമ്മൾ റെപ്രസെൻറ്റേഷൻ യൂസ് ചെയ്യുന്നത്. 16 ബിറ്റ് ആണെങ്കിൽ 2 ബൈറ്റായിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ 32 ബിറ്റ് ആണെങ്കിൽ അത് 4 ബൈറ്റായിട്ടായിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് മാറുന്നുണ്ടാവും. 24 ബിറ്റ്സ് ആണെങ്കിൽ 3 ബൈറ്റായിരിക്കും. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ ബൈറ്റ്സ് നമ്മൾ എത്ര ബിറ്റ്സിൻ്റെതാണ് കോമ്പിനേഷൻസ് എടുക്കുന്നത് അത് വെച്ചിട്ട് മാറുന്നുണ്ടാവും. ദെൻ എക്സാമ്പിൾ, ആഡ് R1+3. R1-നകത്തിരിക്കുന്ന സംഭവം എടുക്കുക, അതാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. എന്നിട്ട് R1 എന്ത് ചെയ്യുക, ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യുക. അപ്പോൾ R1-നകത്ത് ഞാൻ 5 ആണ് എടുക്കുന്നതെങ്കിൽ ആ 5 Nലേക്ക് നമ്മൾ മൂവ് ചെയ്തു, R2-ലേക്ക് കൊടുത്തു, ക്ലിയർ ചെയ്തു, നമ്മൾ സം ചെയ്തു. ഡിക്രിമെൻ്റ് R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇത് ഓട്ടോ ഡിക്രിമെൻ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും, R1 ഒന്ന് ഡിക്രിമെൻ്റ് ചെയ്യുന്നുണ്ടാവും. അടുത്തത് ഓട്ടോ ഇൻക്രിമെൻ്റ് ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവിടെ എന്തുണ്ടാവും, ഓട്ടോ ഡിക്രിമെൻ്റ് മോഡ് ഉണ്ടാവും. അപ്പോൾ എന്തായിരിക്കും, -RI ചെയ്യുന്നത് നോക്കുക. RI ഒന്ന് പ്ലസ്സും ഒന്ന് -RIയും ആണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകരുത്. പ്ലസ് ആകുമ്പോൾ ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് പ്ലസ് കൊടുക്കുക, മൈനസ് ആണെങ്കിൽ ആദ്യം മൈനസ് കൊടുക്കുക, എന്നിട്ട് കണ്ടൻസ് കൊടുക്കുക. രണ്ടും സെയിം തന്നെ. ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ പ്ലസ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞ കണക്ക് RI+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തത് എന്താണ്, അവസാനമാണ് പ്ലസ് കൊടുത്തത്. അതായത് ഇൻക്രിമെൻറ്റിങ് അവസാനം നടക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എഫക്റ്റീവ് അഡ്രസ്സ് എടുത്തു, പിന്നെ ഇൻക്രിമെൻറ്റ് ചെയ്തു. ഇനി -RI ആണെങ്കിൽ ആദ്യം ചെയ്യേണ്ടുന്നത് ഡിക്രിമെൻ്റ് ആണ് ആദ്യം ചെയ്യേണ്ടുന്നത്. ഇപ്പോൾ 1000 ആയിരുന്നെങ്കിൽ 1000-നേക്കാൾ 1 കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 999 ആയിരിക്കും RIയുടെ വാല്യൂ. എന്നിട്ട് എന്ത് ചെയ്യുക, ആ വാല്യൂ ആയിരിക്കും നമ്മുടെ എഫക്റ്റീവ് അഡ്രസ്. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യുന്നത് ഡിക്രിമെൻറ്റ്, ദെൻ എഫക്റ്റീവ് അഡ്രസ്. നിങ്ങൾ സ്റ്റാക്ക് അതൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വരുന്നതാണ് കറസ്പോണ്ടിങ് ഓട്ടോ ഇൻക്രിമെൻ്റ് ആൻഡ് ഓട്ടോ ഡിക്രിമെൻ്റ് എന്ന് പറയും. ഓക്കെ.